PSC അംഗത്തിന്റെ നിയമനത്തിന് കോഴ ചോദിച്ചുവെന്ന മാധ്യമ വാർത്തകളാണ് പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി സഭയിൽ അവതരിപ്പിച്ചത്. വന്ന വാർത്തകൾ ശരിയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല. മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കാനുമില്ല. പക്ഷേ പോലീസ് അന്വേഷിക്കണം. ഇതായിരുന്നു പ്രതിപക്ഷ ലൈൻ. പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊണ്ട് ഒരു പരാതി കോഴിക്കോട്ട് കൊടുപ്പിച്ചു. PSCക്ക് അപകീർത്തികരമായ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ PSC അംഗത്വം ലേലത്തിന് വെച്ചിരിക്കുന്നുവെന്ന രാഷ്ട്രീയ ആരോപണത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് കളം മാറ്റി ചവിട്ടി. പാർട്ടിക്കോ മുന്നണിക്കോ സർക്കാരിനോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ തരത്തിലുള്ള ലേലം വിളിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ UDF ഭരണകാലത്തെ പിരിവും ലേലം വിളിയും ആരും ഓർത്തുപോകും. LDF UDF ഭരണവും താരതമ്യം ചെയ്തു പോകും. ഭരണത്തിലിരിക്കെ നടത്തിപ്പോന്ന ലേലവും പിരിവും ഓർമ്മകളായി മാറിയ UDFന്റെ അവസ്ഥ പ്രതിഫലിക്കുന്നതായി മാറി പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ. ആ നൊസ്റ്റാൾജിയിൽ നിന്നും ഉയരെടുത്ത ആരോപണത്തിന് ഒത്ത മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. UDF കേരളം ഭരിച്ചപ്പോഴൊക്കെ PSC അംഗങ്ങളുടെ എണ്ണം കൂട്ടിയതും K. കരുണാകരനെതിരെ അടക്കം PSCയുമായി ബന്ധപ്പെട്ടുയർന്ന ഗുരുതര ആരോപണങ്ങളും പ്രതിപക്ഷത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു.